അവിടെ വരുന്ന പെൺകുട്ടികൾ ബലാത്സംഗവും കൂട്ടബലാത്സംഗവും ഒക്കെ ഓക്കെ ആണെന്നും ഇഷ്ടപ്പെടുന്നവരാണെന്നും ഒരു പടി കൂടെ കടത്തി ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ ചില പ്രയോഗങ്ങൾ നമുക്ക് പറയാൻ പോലും കഴിയില്ല. ആ വഴിയിലൂടെ ദിവസവും ലൈംഗിക ബന്ധങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അബ്സല്യൂട്ട് അസഭ്യവും ആഭാസവുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇടതുപക്ഷത്തോട് എനിക്കും താത്വികമായ വിയോജിപ്പുകളുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തു നിന്ന് വരുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാം റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് വിളിച്ചാണോ ചെയ്യുന്നത്? അധിക്ഷേപത്തിന്റെ രാഷ്ട്രീയം ആർക്കും ചേർന്നതല്ല. പ്രത്യേകിച്ച് അമ്മയെ, അച്ഛനെ, ലൈംഗികതയെ, കുട്ടികളെ, സ്ത്രീകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ലിംഗപരമായ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും വെച്ച് ചെയ്യരുത്. പേർളിക്ക് വിമർശനം വരാൻ കാരണം പേർളി വളരെ വളഞ്ഞ വഴിയിൽ ഡോഗ് വിസിൽ എന്നൊക്കെ പറയുന്നത് പോലെ, അത് വളഞ്ഞ വഴിയിൽ എനിക്ക് കാവിയാണ് ഇഷ്ടമുള്ള നിറം, എന്നാൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയിലെ കാവിയാണെന്നൊക്കെ പറഞ്ഞു. അതൊരു ക്രിസംഗി ലൈനാണ്. തീവ്ര ഇസ്ലാമിസം തെറ്റാണ്, തീവ്ര ക്രിസംഗിത്തരം തെറ്റാണ്, തീവ്ര ഹിന്ദുത്വം തെറ്റാണ്, തീവ്ര മാവോയിസം തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് അർബൻ നക്സലുകൾ തെറ്റാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇത് ഒരുതരം അർബൻ നാസിസമാണ്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറുന്നവനല്ല, ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് കയറുന്നവനല്ല. ഹിന്ദു വേണം, മുസ്ലിം വേണം, ക്രിസ്ത്യാനി വേണം, നമ്മളെല്ലാം വേണം. ഈ ബാലൻസ് ആണ് ശ്രീ മോഹൻദാസിനൊക്കെ പറ്റുന്നത്. അദ്ദേഹത്തിന് ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. രാഹുൽ, നമുക്കറിയാം ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം ഉൾപ്പെടെ പോയതാണ്. അവിടെ വിദ്യാർത്ഥികൾ അവരുടെ ചോദ്യം ഉന്നയിച്ചു. പുതിയ പീഡനങ്ങൾ ഉണ്ടായി. അവർക്ക് എതിരെ വലിയ രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൂരമായിട്ടുള്ള ചില നടപടികളൊക്കെ ഉണ്ടായി. അവരെ വലിച്ചഴയ്ക്കുന്നു, അവരെ തല്ലിച്ചഴയ്ക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വെറും 2.5 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് വന്ന CJP എന്ന പാർട്ടി, ആ പാർട്ടിയിലൂടെ വിദ്യാർത്ഥികൾ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്തു. അവസാനം അതിന്റെ വിജയം കണ്ടു. പക്ഷെ ഇവിടെ ഈ ഒരു കാര്യം തീരുന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ആളിക്കത്തുന്നത് RSS അനുകൂലിയായിട്ടുള്ള, RSS പോലും ഇപ്പോൾ തള്ളിക്കളഞ്ഞ ഒരു ആളിനെ പറ്റിയാണ്. TV മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയ ഒരു പരാമർശം. അതായത് അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, അദ്ദേഹം ആ സമരത്തിലെ ചുമതല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വരുന്നവരെ വെടിവെച്ച് കൊല്ലും, കുറച്ച് പേർ മരിക്കും, ആ മരിക്കുന്നവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, പെൺകുട്ടികൾ വരുന്നത് ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ ഈ ഒരു സമരത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഇത്തരം വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമല്ല. ഈ BJP അല്ലെങ്കിൽ RSS നേതാക്കൾ നേരെ ഈ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെ രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം നടത്തുന്ന പരാമർശം അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്? ശ്രീ TG മോഹൻദാസിന്റെ പരാമർശങ്ങൾ രാജ്യദ്രോഹപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ യുവാക്കളോടോ യുവതികളോടോ വിയോജിക്കാനോ അവരുയർത്തുന്ന നിലപാടുകൾ ശരിയല്ലെന്ന് പറയാനോ ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ട്. പക്ഷേ 2 ഒഫൻസസ് ആണ് ഇതിലുള്ളത്. ഒന്നാമത്തേത്, അവിടെ വരുന്ന പെൺകുട്ടികൾ ബലാത്സംഗവും കൂട്ടബലാത്സംഗവും ഒക്കെ ഓക്കെ ആണെന്നും ഇഷ്ടപ്പെടുന്നവരാണെന്നും ഒരു പടി കൂടെ കടത്തി ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ ചില പ്രയോഗങ്ങൾ നമുക്ക് പറയാൻ പോലും കഴിയില്ല. ആ വഴിയിലൂടെ ദിവസവും ലൈംഗിക ബന്ധങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അബ്സല്യൂട്ട് അസഭ്യവും ആഭാസവുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാരണവശാലും അത് യോജിക്കാൻ കഴിയില്ല. RSS അതിനെ തെള്ളി പറഞ്ഞത് സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും പരാതി എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം അത് ഇനിയും വരുന്നവർക്ക് അത്തരം ആഭാസവും അസഭ്യവും പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതാക്കും. അത് ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ വന്ന യുവാക്കളും യുവതികളും പറഞ്ഞ നിലപാട് ശരിയല്ല, നിലപാട് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ധർമ്മേന്ദ്ര പ്രധാന രാജി ആവശ്യപ്പെടേണ്ട, എന്തൊക്കെ കാര്യങ്ങൾ പറയാം. വിയോജിക്കുമ്പോഴും മാന്യതയോടെ വിയോജിക്കാവുന്ന അടിസ്ഥാന തത്വം. 2, അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥികളെ അദ്ദേഹമാണെങ്കിൽ വെടിവെച്ച് കൊല്ലും. അത് ഇൻസൈറ്റ്മെന്റ് ടു വയലൻസ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ VD സവർക്കർ പുസ്തകത്തിൽ ഇങ്ങനെ ഈ മുഗൾ രാജാക്കന്മാരുടെ ഭാര്യയെ പറ്റി ഇങ്ങനെ ചില പരാമർശങ്ങൾ നടക്കുമ്പോൾ ആ പരാമർശങ്ങളുണ്ട്. അപ്പൊ അത്തരം പരാമർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഒരു അജണ്ടയാണ്. കാരണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അത്രയും ഗൗരവമാണ്. അങ്ങനെ തോന്നുന്നില്ല. അതായത് ശ്രീ VD സവർക്കർക്ക് തന്നെ 2 കാലഘട്ടമുണ്ട്. ശ്രീ VD സവർക്കർ ആദ്യം 10-11 വർഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നതാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അദ്ദേഹത്തെ ആദരിക്കുന്നതാണ്. VD സവർക്കറേയും സഹോദരൻ GD സവർക്കറേയും ഗണേഷ് ദാമോദർ സവർക്കറേയും വിട്ടയക്കണമെന്ന് മഹാത്മാഗാന്ധി എഴുത്തെഴുതിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് VD സവർക്കറുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു തീവ്ര ഹിന്ദുത്വ ലൈനിലേക്ക് പോയി. ആ തീവ്ര ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ VD സവർക്കറുടെ അസിസ്റ്റന്റോ VD സവർക്കറുടെ സഹായമോ ഒക്കെ ആയിരുന്നു ഗോഡ്സെ. പക്ഷേ ഗാന്ധിവധത്തിൽ VD
സവർക്കർക്ക് നേരിട്ട് ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗോഡ്സെ ചെയ്തത് പിതാവിനെ കൊല്ലുന്നത് പോലെയാണെന്നോ കാരണവരെ കൊല്ലുന്നത് പോലെയാണെന്നോ ഒക്കെ പറഞ്ഞ് ഫ്രാക്ടറിസൈഡ് ആണ് ഗോഡ്സെ ചെയ്തത് എന്ന് വി ഡി സവർക്കർ പറയുന്നുണ്ട്. അതായത് സ്വന്തം കുടുംബത്തിലെ കാരണവരെയോ മൂത്ത സഹോദരനെയോ കൊല്ലുന്നു. അപ്പോൾ വി ഡി സവർക്കറും മഹാത്മാഗാന്ധിയും തമ്മിൽ ബഹുമാന പുരസ്സരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വി ഡി സവർക്കറിന്റെ രണ്ടാം ഘട്ടം യോജിക്കാൻ കഴിയാത്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിൽ റേപ്പ് ചേർത്തൊരു പരാമർശമൊക്കെ ഉണ്ട്. അതൊക്കെ അത്യന്തം അപലപനീയമാണ്, യോജിക്കാൻ കഴിയാത്തതാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇതൊരു ന്യൂവാൻസ് ആണ്. യഥാർത്ഥത്തിൽ വി ഡി സവർക്കറോ വി ഡി സവർക്കറേക്കാൾ തീവ്ര നിലപാടെടുക്കുന്ന സഹോദരൻ ജി ഡി സവർക്കർ, ഗണേശ് ദാമോദർ സവർക്കർ, അദ്ദേഹമാണ് ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ള അടിസ്ഥാന ആശയം കൊണ്ടുവന്നത്. അതാണ് RSSന്റെ ഗുരുജി ഗോൾവൽക്കർ പിന്നീട് അദ്ദേഹത്തിന്റെ വിചാരധാരയിലും വി അവർ നേഷൻഹുഡ് ഡിഫൈൻഡിലും ഒക്കെ വന്നു ചേർത്തത്. അപ്പം ഈ ലൈനാണ് പ്രശ്നം. തീവ്ര ഇസ്ലാമിസം തെറ്റാണ്, തീവ്ര ക്രിസംഗിത്തരം തെറ്റാണ്, തീവ്ര ഹിന്ദുത്വ തെറ്റാണ്, തീവ്ര മാവോയിസം തെറ്റാണ്, ഇതെല്ലാം തെറ്റാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് അർബൻ നക്സലുകൾ തെറ്റാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇത് ഒരുതരം അർബൻ നാസിസമാണ്. അർബൻ നാസികളും തെറ്റാണ്. അതായത് അർബൻ നക്സലുകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ തീവ്ര ഇടതുപക്ഷം തെറ്റാണെന്നാണ് അർത്ഥം. ശരിയാണ്, തീവ്ര ഇടതുപക്ഷം തെറ്റാണ്. ഇത് തീവ്ര വലതുപക്ഷമാണ്, ഇത് അർബൻ നാസികളാണ്. ആ അർബൻ നാസികളും തെറ്റാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അദ്ദേഹം അപ്പൊ തീവ്രമായിട്ട് തന്നെയല്ലേ അദ്ദേഹം തീവ്ര ഹിന്ദുത്വ തീവ്ര വലതുപക്ഷമാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ പരസ്പരം പരസ്യമായിട്ട് തല്ലുകൂടിയിട്ടുണ്ട്. എന്നോടുള്ള ദേഷ്യം കാരണമാണ് പുള്ളി പറഞ്ഞത് അർത്തുങ്കലിലെ ക്രിസ്ത്യൻ പള്ളി പൊളിക്കണമെന്ന്. അതിനെതിരെ പുള്ളിക്ക് കേസൊക്കെ വന്നതാണ്. അതായത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ബാബർ വെളുത്ത അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്ത് മുസ്ലിം സുഹൃത്ത് എന്ന് പറയുന്നതിന്റെ ദേഷ്യം കാരണം പുള്ളി പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ വെളുത്തച്ഛൻ ഒരാളൊന്നുമില്ല, വെളുത്തച്ഛന്റെ ആ പള്ളി പൊളിച്ച് അമ്പലം പണിയണം നോക്കും. ചുമ്മാ പറയുന്നതാണ്. മനസ്സിലെ വിരോധവും വിദ്വേഷവുമാണ്. ഇവരുടെ ടീമാണ് വാവരെ അംഗീകരിക്കാത്തത്, വെളുത്തെ അംഗീകരിക്കാത്തത്. അപ്പോ വെളുത്തയും വാവരും ഒക്കെ ഉള്ളതുപോലെ നമ്മുടെ നാടിന്റെ ഒരു ബഹുസ്വര പാരമ്പര്യം, മതസൗഹാർദ്ദമൊന്നോ ലെഫ്റ്റ് ലിബറൽസ് അതിനെ മതേതരത്വം എന്ന് വിളിക്കും. ആയിക്കോട്ടെ, അങ്ങനെ വിളിച്ചാൽ മതി. നമ്മൾ അതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കും, അങ്ങനെ വിളിച്ചാൽ മതി. വേറെ ചിലർ പറയും അത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ബഹുസ്വരതയാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ മതി. പേരെന്ത് വിളിച്ചാൽ എന്താ? പരസ്പരം ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് ഒരു വിശ്വമാനവികതയുടെ അടിസ്ഥാനത്തിൽ ആദരവോടുകൂടി ഒരുമിച്ച് ജീവിക്കണം. ഇത്രയേ ഉള്ളൂ. വേറെ എന്താ ഇതിനർത്ഥം? ഇതല്ലാതെ വേറെ എന്താ ഇതിനർത്ഥമുള്ളത്? അപ്പോൾ ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. കൊച്ചു കുട്ടികളെ പോലും ഇങ്ങനെ ഈ വർഗീയ രീതിയിലും അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് തീർത്തും അഹങ്കാരമല്ല. അല്ലെങ്കിൽ ഇപ്പോ രാഹുൽ പറയുന്നത് പോലെ തന്നെ എല്ലാ RSSകാരും അങ്ങനല്ല. അദ്ദേഹത്തെ അതൊരു തരം ധാർഷ്ട്യമാണ്. എല്ലാ RSSകാരും അങ്ങനെയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. RSSൽ തന്നെ ഈ ഹിന്ദുത്വത്തിന്റെ അളവ് കൂടുന്നതോടുകൂടി അവരിൽ മുഖ്യധാരയെ നകന്നു പോവാണ്. എക്സ്ട്രീം ഹിന്ദുത്വമുണ്ട്, തീവ്ര ഹിന്ദുത്വമുണ്ട്, ഗോഡ്സെ ഹിന്ദുത്വമുണ്ട്. അപ്പോ ഗോഡ്സെ അടക്കം RSSൽ നിന്ന് വിട്ടുപോകുന്നത് RSSന് ഹിന്ദുത്വത്തിന്റെ തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു സ്പെക്ട്രമാണ്. അതായത് സെന്ററിൽ മഹാത്മാഗാന്ധി, ലെഫ്റ്റിലേക്ക് നെഹ്റുജി, ഇപ്പൊ റൈറ്റിലേക്ക് സർദാർ പട്ടേൽ, സർദാർ പട്ടേലിന്റെ റൈറ്റിലേക്ക് RSSന്റെ റൈറ്റിലേക്ക് ഹിന്ദു മഹാസഭ, ഹിന്ദു മഹാസഭയുടെ വലതേക്ക് ഗോഡ്സെ അടക്കമുള്ള ആൾക്കാർ, മറുഭാഗത്ത് നെഹ്റുജിയാണ് സെൻട്രൽ ലെഫ്റ്റ്. കുറച്ചുകൂടി ഇപ്പുറത്ത് വന്ന CPI, നമ്മുടെ ഇടതിലെ വലതന്മാർ എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുള്ള CPI, കുറച്ചുകൂടെ ഇടതോട്ട് പോയ CPM, ഇനിയും കുറെ കൂടെ ഇടതോട്ട് പോയാൽ നമ്മുടെ CPI-ML, ഇനി അതിൽ നിന്നും കുറെ കൂടെ ഇടതോട്ട് പോയാലാണ് സായുധ വിപ്ലവത്തിലൊക്കെ ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാർ. അതും പ്രാക്ടിക്കൽ അല്ല, നമുക്കെല്ലാം അറിയാം ഏത് സായുധ വിപ്ലവം ഉണ്ടാവാനാണ്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അവരെയാണ് വിപ്ലവ വായാടികൾ എന്നൊക്കെ കളിയാക്കി ശ്രീ പിണറായി വിജയൻ വിളിക്കുന്നത്. അപ്പം ഏത് സ്പെക്ട്രത്തിലും ലെഫ്റ്റിലും റൈറ്റിലും എക്സ്ട്രീമിസ്റ്റുകൾ കാണും. ആ എക്സ്ട്രീമുകളെ തെള്ളിപ്പറയാൻ ആൾക്കാർ മുമ്പോട്ട് വരണം. ഇപ്പം ഇദ്ദേഹം നടത്തിയ ഈ പരാമർശം, ഇദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാവാം, മക്കളുണ്ടാവാം, ഇദ്ദേഹത്തിന്റെ വീഡിയോ രാഹുൽ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ പത്രിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഇത്തരം പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങളിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നത് ഈ വർഗീയപരമായിട്ട് നടത്തുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ലൈക്കും വ്യൂസും ഒക്കെ ഉണ്ട്, കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ കമന്റ്സിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആളുകളാണ്. അപ്പം ഇപ്പോ പറഞ്ഞ കാര്യം പോലും അവരതിനെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ്. അതൊരു തീവ്ര ഹിന്ദുത്വ കൺസോൾട്ടേഷൻ ആണ്. അത് ഈ നാടിന് അപകടമാണ്, ഇന്ത്യ മഹാരാജ്യത്തിന് അപകടമാണ്, നമ്മുടെ മതേതരത്വത്തിനോ മതസൗഹാർദ്ദത്തിനോ ബഹുസ്വരതയ്ക്കോ അപകടമാണ്. ആ എക്സ്ട്രീം റൈറ്റ് വിങ് ഈ നാടിന് അപകടമാണ്. നമുക്ക് മാത്രമല്ല, എല്ലാ നാടിനും അപകടമാണ്. എക്സ്ട്രീം ലെഫ്റ്റ് വിങ്ങും അപകടമാണ്. അവിടെയാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത് ഒരു മധ്യം കണ്ടെത്താനാണ്, സെന്റർ പോയിന്റ് കണ്ടെത്താൻ, കൺസെൻസസ് കണ്ടെത്താൻ, സമവായം കണ്ടെത്താൻ. ഇദ്ദേഹം എക്സ്ട്രീം റൈറ്റ് വിങ്ങിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇടതുപക്ഷത്തോട് എനിക്കും താത്വികമായ വിയോജിപ്പുകളുണ്ട്. പക്ഷെ ഇടതുപക്ഷത്തു നിന്ന് വരുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാം റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് വിളിച്ചാണോ ചെയ്യുന്നത്?
അങ്ങനെയൊക്കെ ഈ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണ്? അവർക്ക് അങ്ങനെ റേപ്പ് ചെയ്താൽ പരാതിയൊന്നുമില്ല, റേപ്പ് ഇഷ്ടപ്പെടുന്ന അവരൊരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരല്ലേ, അതും 10, 20, 22 വയസ്സായ പെൺപിള്ളാരല്ലേ. അതിലൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോലീസുകാരോട് ചോദിക്കുന്ന കേട്ടില്ലേ, ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളല്ലേ എന്ന്, നിങ്ങൾ ഞങ്ങളെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളല്ലേ എന്ന്. അപ്പൊ ഈ കുട്ടികളെയൊക്കെയാണോ റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെന്ന് പറയുന്നത്? അത് വൾഗറല്ലേ. അപ്പൊ ഇത് വൾഗറും ആഭാസത്തരവുമാണ്. ശക്തമായ നടപടി അതിനെതിരെ എടുക്കണം. ഇത്തരത്തിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നതിലേക്ക് ഈ ആളുകൾ വീണ്ടും വളരുകയല്ല. അതായത് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ആശയങ്ങളെ അനുകൂലിക്കുന്ന ഒരു പറ്റം ആളുകൾ വളരുകയാണ്. നമുക്കറിയാം മതേതര രാജ്യം അല്ലെങ്കിൽ മതേതര കേരളം എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ പോലും വർഗീയത വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര രീതിയിലില്ലെങ്കിലും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഗീയത എന്ന് പറയുന്നത് ആളിക്കത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പം പല ഇടങ്ങളിലും അതിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനിടയിൽ കേരളത്തിൽ അത്രയും പ്രശ്നമില്ല എന്ന് നമ്മൾ അഭിമാനിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ നടക്കുന്നത്. ഇത് കേരളത്തിന്റെ മതേതര ലൈഫിനെ എത്രത്തോളമാണ് ബാധിക്കുന്നത്? മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശം വരുമ്പോൾ ഇപ്പൊ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഇത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയാണ് കേൾക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇത് വളരെ മോശമാണ്. വളരെ മോശമാണെന്ന് പറഞ്ഞാലേ അത് ഇതിപ്പോ എന്തുകൊണ്ടാണ് നേരത്തെ ചോദിക്കല്ലേ കേരളം മതേതരമാണ്. നമ്മുടെ നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ അതിൽ വളരെ രസകരമായ കുറെ വാക്കുകളുണ്ട്. ഇത് അയ്യങ്കാളിയുടെ നാടാണ്, അയ്യപ്പന്റെ നാടാണ്, നങ്ങേലിയുടെ നാടാണ്, കൊച്ചുണ്ണിയുടെ നാടാണ് എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ ബഹുസ്വര പാരമ്പര്യമാണ്. നമ്മൾ ബഹുസ്വരതയിൽ അഭിമാനിക്കുന്നവരാണ്. അതായത് ഇതെന്തോ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ പ്രൈഡാണ് ആ മതസൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ വൈവിധ്യമെന്നോ ഒക്കെ ഉള്ളത്. അപ്പൊ അതിൽ വിഷം കലക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അപ്പൊ ഇത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെ വിഷം കലക്കുന്നുണ്ട്. ആ വിഷം കലക്കുന്നതിന്റെ പ്രശ്നം എന്താ അറിയാമോ? കലക്കുന്നവരും കഴിക്കുന്നവരും എല്ലാവരും മരിക്കും. ഒരു കലാപം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ലല്ലോ നഷ്ടം ഉണ്ടാകുന്നത്, എല്ലാവർക്കും നഷ്ടമല്ലേ, എല്ലാവരുടെയും ജീവനല്ലേ നഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെയാണ് ഏത് കലാപങ്ങളും മനുഷ്യവിരുദ്ധമാണ്. അതാണ് നമുക്ക് വർഗീയത വേണ്ട. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറുന്നവനല്ല, ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് കയറുന്നവനല്ല. ഹിന്ദു വേണം, മുസ്ലിം വേണം, ക്രിസ്ത്യാനി വേണം, നമ്മളെല്ലാം വേണം. ഈ ബാലൻസ് ആണ് ശ്രീ മോഹൻദാസിനൊക്കെ പറ്റുന്നത്. അദ്ദേഹത്തിന് ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ശശികല ടീച്ചറിന് പറ്റുന്നത് ശശികല ടീച്ചറിന് ബാലൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇന്ന് ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഈ തീവ്ര ഹിന്ദുത്വ ക്യാൻസറാണ്. തീവ്ര ഇസ്ലാമിസവും ക്യാൻസറാണ്, തീവ്ര ക്രിസംഗിത്തനവും ക്യാൻസറാണ്. ഈ തീവ്ര ഹിന്ദുത്വ ക്യാൻസർ നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഈ തീവ്ര ഹിന്ദുത്വ ക്യാൻസറാണ് മഹാത്മാഗാന്ധിയുടെ ജീവൻ എടുക്കുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി ഒരു ജോലിയും എടുത്തിട്ടില്ലാത്ത ഗോഡ്സെ, ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടക്കുമ്പോൾ ഒരു ദിവസം പോലും അതിന്റെ പേരിൽ ജയിലിൽ കിടക്കാത്ത ഗോഡ്സെ, ഇന്ത്യക്ക് വേണ്ടി ഒരു ദിവസം പോരാടാത്ത ഗോഡ്സെ സ്വയം രാജ്യസ്നേഹിയാണെന്ന് പറയുന്നതാണ്. എന്തുവരെ രാജ്യസ്നേഹമാണത്? അതെന്തുവരെ? നമ്മുടെ നാടിനെ വിദേശികൾ അടിച്ചമർത്തി ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുവില നിരക്കാത്തതിന് എന്തുതരം രാജ്യസ്നേഹിയാണ്? അതൊരു സ്യൂഡോ നാഷണലിസമാണ്, കപട ദേശീയതയാണ്, വ്യാജ ദേശീയതയാണ്. തീവ്ര ഹിന്ദുത്വത്തെ ദേശീയതയുടെ മുഖം മൂടി കൊണ്ട് അവർ ഒപ്പിക്കാൻ നോക്കുകയാണ്. അത് പാടില്ല. അതിശക്തമായ നടപടിയും നിലപാടും വേണം. നമുക്ക് വിജയിക്കാൻ കഴിയണം. ഹിന്ദുത്വയോട് നമുക്ക് തർക്കിക്കാം, പക്ഷെ തീവ്ര ഹിന്ദുത്വ ഒരു അസുഖമാണ്, ക്യാൻസറാണ്. അതിനെ തർക്കിക്കാൻ കഴിയില്ല, അതിന് മരുന്നില്ല എന്നാണ്. അല്ല, അങ്ങനെയല്ല. അതിന് ചികിത്സ വേണം. അതിന് പല രീതിയിൽ ചികിത്സയുണ്ട്. ഞാൻ പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ട്. ഇപ്പൊ നാഗവല്ലിക്ക് എന്താ പ്രശ്നം? നാഗവല്ലിക്ക് ഒരു അസുഖമാണ്, പൊസഷൻ അല്ലെങ്കിൽ ബാധ കയറിയത്. ഈ തീവ്ര ഹിന്ദുത്വം അതേപോലെ ഒരു ബാധയാണ്. അതായത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുക്കാതെ, യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ വിഷയം എന്താണെന്ന് അറിയാതെ, മനസ്സിൽ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും വെച്ച് അപരമത വിദ്വേഷം ഉണ്ടാക്കി, അപരത്വം ഉണ്ടാക്കി, അതിൽ നിന്ന് വിഘടിച്ച് കിടക്കുന്ന നായരെയും ഈഴവനെയും നമ്പൂതിരിയെയും പുലയനെയും ധീവരനെയും ക്ഷത്രിയനെയും അല്ലെങ്കിൽ അമ്പലവാസിയെയും ആദിവാസിയെയും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇല്ലാത്തൊരു ശത്രുവിനെ കണ്ടെത്തി പോരാടുക. അതാണ് ഈ ഹിന്ദുത്വ ആൾക്കാർ ചെയ്യുന്നത്. ഇല്ലാത്ത ഇമാജിനറി എനിമീസ്. ആ ഇമാജിനറി എനിമീസിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, ബീഫ് കഴിക്കിടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഇതെല്ലാം പ്രൊപ്പഗാൻഡയാണ്. ഇതിനു മുമ്പ് ഇത്രയും ചീഞ്ഞളിഞ്ഞ പ്രൊപ്പഗാൻഡ നമ്മൾ കാണുന്നത് ജർമ്മനിയിലാണ്, ജൂതന്മാർക്കെതിരെയാണ്. അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ അവരുടെ ആര്യ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള സാധനം പോലെ. അതായത് എന്നും ഒരു സ്കേപ്പ് ഗോട്ട്, ബലിയാട് അപ്പുറത്താരെങ്കിലും വേണം.
അതിൽ നിന്നാണ് അത് വരുന്നത്. എന്തായാലും ഇത് അപലപനീയമാണ്, വൃത്തികെട്ട ലാംഗ്വേജ് ആണ്. എന്താ പറയുക, നമ്മൾ ഗീബൽസ്, അതായത് ഹിറ്റ്ലറിന്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ആണ് നമ്മൾ ജോസഫ് ഗീബൽസ്. ഗീബൽസ് തോക്കുന്ന രീതിയിൽ ഉള്ള പ്രൊപ്പഗാൻഡയാണ്. ഇവിടെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഇവിടെ കൂട്ടബലാത്സംഗങ്ങൾ നടക്കും, ദൈവാനുഗ്രഹത്തിൽ ഈ വിഷയത്തിൽ ഒരൊറ്റ പരാതി പോലും പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞൊരു ഇതാണ്. ഇപ്പോ അദ്ദേഹം നടത്തിയ പരാമർശത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ RSS തള്ളി പറഞ്ഞു. ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇത്തരം കേസ് എടുക്കില്ല, അല്ലെങ്കിൽ RSS നേതാക്കൾക്ക് എന്തും പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്താലും പോലീസ് ഒന്നും നോക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവർക്കുള്ളിലില്ല. അല്ല, അങ്ങനെ പാടില്ല. ഇതിനെ എല്ലാരും തള്ളി പറയണം. ഇത് ആര് പറഞ്ഞാലും, ഇനി ഇത് മാത്രമല്ല, ഏത് അസഭ്യ പരാമർശം ആര് പറഞ്ഞാലും, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച്, പ്രധാനമന്ത്രിയുടെ അച്ഛനെ കുറിച്ച് ജാൻമണി പറഞ്ഞു, 100% തെറ്റാണ്. അതിശക്തമായി നരേന്ദ്രമോദിജിയെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മോദിജി, നിങ്ങളുടെ നിലപാട് ശരിയായില്ല. പക്ഷേ മോദിജിയുടെ മിഡ് ഡേറ്റ് വീഡിയോ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തരും നിലപാടുകളാണ്. മോദിജി ആദ്യമേ ഇടപെടണമായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മോദിജിക്ക് ആദ്യമേ ചെയ്യാറുണ്ടല്ലോ. ഇതൊന്നും മോദിജി ചെയ്തില്ല. രഞ്ജിനി ഹരിദാസ് മോദിജിയുടെ പോസ്റ്റിന് താഴെ പോയി ഗംഭീരമായിട്ടൊരു വിമർശനം ഉന്നയിച്ചു. കാണേണ്ട വിമർശനമായിരുന്നു. മോദിജി വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഇത്രയും കാലം അങ്ങ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചത്. അങ്ങനെ വിമർശിക്കാം, പക്ഷെ അധിക്ഷേപിക്കരുത്. ഈ അധിക്ഷേപത്തിന്റെ രാഷ്ട്രീയം ആർക്കും ചേർന്നതല്ല. പ്രത്യേകിച്ച് അമ്മയെ, അച്ഛനെ, ലൈംഗികതയെ, കുട്ടികളെ, സ്ത്രീകളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിംഗപരമായ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും വെച്ച് ചെയ്യരുത്. അപ്പം അത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പൊ പേളിമാനിയുടെ വിഷയം എടുക്കുക. കഴിഞ്ഞ ദിവസം പേളിമാനി നടത്തിയ സ്റ്റേറ്റ്മെന്റിനെതിരെ ഇപ്പം ഈ സൈബർ ബുള്ളിങ് ആണ് നടക്കുന്നുണ്ട്. അതിനെതിരെ ഇന്നൊരു വിശദീകരണ വീഡിയോ ആയിട്ട് വന്നിരുന്നു, കണ്ടിരുന്നോ? ഞാൻ അത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ വീഡിയോയെ കുറിച്ചുള്ള വാർത്തകൾ കണ്ടു. പേളിയെയും രഞ്ജിനിയെയും പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ്. എനിക്ക് സാധാരണ കൂടുതൽ ഇഷ്ടം പേളിയെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ രഞ്ജിനി സൂപ്പർ ഹീറോ ആയി മാറിയത്, രഞ്ജിനി സിൻസിയർ ആയിട്ട് ഇതിൽ ഇടപെട്ടു. രഞ്ജിനി ഡൽഹി വരെ സ്വന്തമായി ടിക്കറ്റ് എടുത്ത് പോയി. രഞ്ജിനി, ഹണി റോസ്, സോറി സിജ റോസ്, വേറെ അത് ഈ ഒരു വാദവും പറയാനില്ലാത്തവൻ പറയുന്നതാണ്. ശരിക്കും രഞ്ജിനിക്ക് കാശ് കൊടുത്തു എന്ന് പറയുന്നവർ അമിത്ഷാജിയെ നാണം കെടുത്തുകയാണ്, അജിത് ഡോവലിനെ നാണം കെടുത്തുകയാണ്. അതായത് ഇന്ത്യയിൽ വിദേശികൾ വന്ന് പണം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്തിനാണ് ഇന്റലിജൻസ് ഏജൻസി, എന്തിനാണ് ഒരു ആഭ്യന്തരമന്ത്രി, എന്തിനാണ് അജിത് ഡോവൽ? MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെ CJP ഇതിന് ഫോറിൻ ഫണ്ടിങ് എന്ന ഇൻഫർമേഷൻ ഒന്നും അവരുടെ ഇല്ല. ചുമ്മാ പറയുന്നതിൽ എന്താ അർത്ഥം? ഇനിയും തിരിച്ച് ഇത് തന്നെയാണ്. അണ്ണാ ഹസാരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയിരുന്നു, അത് കോൺഗ്രസിനെതിരെയായിരുന്നു. അന്നും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു, അത് BJP-കാർ സ്പോൺസർ ചെയ്യുന്നതാണ്. ഈ രാജ്യത്ത് ഒരാൾക്ക് കാശ് കൊടുക്കാൻ സമരത്തിന് പോകില്ലേ? അതൊക്കെ ചുമ്മാതാണ്. അപ്പൊ ഈ വിഷയത്തിൽ രഞ്ജിനിയാണ് കൂടുതൽ ജെനുവിനായിട്ട് ഇടപെട്ടത്. പേളിക്ക് വിമർശനം വരാൻ കാരണം, പേളി വളരെ വളഞ്ഞ വഴിയിൽ, ഡോഗ് വിസിൽ എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് വളഞ്ഞ വഴിയിൽ, എനിക്ക് കാവിയാണ് ഇഷ്ടമുള്ള നിറം, എന്നാൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയിലെ കാവിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു ക്രിസംഗി ലൈനാണ്. അപ്പൊ അതുകൊണ്ടാണ് പേളി എന്നാരും അത് വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ആ വിമർശനം പേളിയെ കുറിച്ച് വന്നത്. പേളി ശരിക്കും ഗംഭീരമാണ്. പേളി നല്ല ട്രെയിനറാണ്. പേളിയുടെ ഫാദർ മാണി സാറുണ്ട്. മാണി സാറൊക്കെ ഗംഭീര ട്രെയിനേഴ്സാണ്. വലിയ ലെഗസിയുള്ള, ആദരിക്കപ്പെടേണ്ട ഫാമിലിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ രഞ്ജിനി ഹരിദാസിനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ രഞ്ജിനിയെ വെച്ചൊരു വീഡിയോയും ചെയ്തു. ഐ എം ഫ്രിക്കിംഗ് രഞ്ജിനി ഹരിദാസ് എന്നൊരു വീഡിയോയും ചെയ്തു. അതങ്ങനെ തന്നെയാണ്. നിലവിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊന്നും തന്നെ ഒട്ടും ചേർന്നതല്ല. കറക്റ്റ്, സംശയമില്ല. അധിക്ഷേപിക്കാതെ വിമർശിക്കാൻ നമ്മൾ പഠിക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഡെമോക്രസി ഈസ് ഡിസഗ്രീയിങ് വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്. ഇത്രയേ ഉള്ളൂ. ഡെമോക്രസി ഈസ് ഡിസഗ്രീയിങ് വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അധിക്ഷേപമില്ലാതെ വിയോജിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടെ വിയോജിക്കുക. അതാണ് ഡെമോക്രസി, വേറെ ഒന്നുമില്ല. ഡെമോക്രസിയുടെ എസൻസ് അതാണ്, വോട്ടിംഗ് അടക്കം. അപ്പൊ ഈ അധിക്ഷേപങ്ങളില്ലാതെ ലെറ്റ് us disagree without disrespect, ഇതാണ് നമുക്ക് വേണ്ടത്. മോഹൻദാസിനെതിരെയുള്ള പരാതികളൊക്കെ വരുമ്പോൾ ഒരു നല്ല നടപടി അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു നടപടി മാതൃകയാകണം, അതൊരു മോഡലാകണം. ശക്തമായിട്ട് ഇനിയും വിദ്യാർത്ഥികളെ വിമർശിക്കണം. ഉദാഹരണം, CJP അവിടെ ഒരു പാർട്ടി നടത്തി, ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ എന്തോ ഒരു പാർട്ടി നടത്തി. അപ്പം CJPയുടെ പല ആൾക്കാർ CJPയോട് ചേർന്ന് നിൽക്കുന്നവർ വിമർശിച്ചു. നല്ല കാര്യമാണ്, വിമർശിക്കണം. അവര് പാർട്ടി ആഘോഷിച്ചോട്ടെ, പക്ഷെ കൂടെയുള്ള എല്ലാവർക്കും ആഹാരം കിട്ടി, വെള്ളം കിട്ടി, അവർ വീട്ടിൽ പോകുന്നു നോക്കിയിട്ട് വിമർശിക്കണം. ഇതൊരു വിമർശനമാണ്, അധിക്ഷേപമല്ല. അപ്പം ഈ അധിക്ഷേപം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലൈംഗിക ചുവയുള്ള അധിക്ഷേപം, പ്രത്യേകിച്ച് വെടിവെച്ച് കൊല്ലണമെന്നുള്ള അധിക്ഷേപം, അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇൻസൈറ്റ്മെന്റ് ടു വയലൻസ് ആണ്. അതിന് ശക്തമായ പോലീസ് ആക്ഷൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കൊണ്ടുവന്ന ഈ CJPക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടോ, അതോ ഇവർ ഈ അവകാശം മാത്രം തന്നെയാണോ? കാരണം അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ പ്രതിപക്ഷം
അല്ല, അവരൊരു അജിറ്റേഷണൽ പാർട്ടിയാണ്. അങ്ങനെ തന്നെ തുറന്നാൽ മതി. ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെന്ന് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവും. ഇനി ഇവരൊരു രാഷ്ട്രീയ പാർട്ടിയായി വേറൊരു രാഷ്ട്രീയ പാർട്ടി വരുന്നതിന് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ആഗ്രഹമാണ് CJP ഇതേപോലെ ചോദ്യം ചെയ്യൽ ഫോഴ്സായി മതി. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായ അഭിജിത് ദീപ്കെ ജയിച്ചു കഴിഞ്ഞുള്ള ആ പ്രസംഗം കേൾക്കണം. അഭിജിത് ദീപ്കെ പറയുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ് എന്നെ ഹീറോ ആക്കരുത്. ഏതെങ്കിലും ഒരു ഹീറോ വന്ന് നമ്മുടെ എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ ഹീറോകളിലേക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഒരു മെസ്സിഹയും വന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല നേതാക്കളുണ്ടാവും, കുറച്ച് നല്ല വാഗ്മികളുണ്ടാകും, കാര്യങ്ങൾ ചെയ്തെടുക്കും. ഒരാളെയും ഹീറോ ആക്കരുത്. ആ ഒരാൾ എല്ലാ പണിയും ചെയ്യുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അഭിജിത് ദീപ്ക ഉയർത്തിയ ആ പാതയിൽ, സോനം വാങ്ചുക് ഉയർത്തിയ ഗാന്ധിയൻ പാതയിൽ നമുക്ക് മുമ്പോട്ട് പോകാം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം.